Is it okay, sir? Yeah, your time starts now. ഓക്കെ. എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രൊഫസർ, അധ്യാപകർ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയെ പറ്റിയിട്ടാണ്. സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്താണെന്ന് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമ്മൾ അനാട്ടമി അറിയണം. അനാട്ടമിയെ നോക്കാൻ പോകുന്നു. അനാട്ടമിയിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സ്കാൾപ്പ്. അപ്പോൾ ഫസ്റ്റ് പുറത്തെ പാളി ഓരോരോ പാളികൾ നമ്മൾ നോക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആദ്യം സ്കാൾപ്പ്, അതിന് അടിയിലായിട്ട് ബോൺ, എല്ലുണ്ട്. എല്ലിന്റെ അടിയിൽ ഡോറാമേറ്റർ, അതിന്റെ അടിയിൽ ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്ററിൽ 2 ലെയർ ഉണ്ട്. പെരിയോസ്റ്റലും ഉണ്ട്, അതേമാതിരി മെനിഞ്ചലും ഉണ്ട്. അടിയിലായിട്ട് അരാക്നോയിഡ് വെയിൻസും, അതേമാതിരി ഈ ഡ്യൂറൽ സൈനസസ് നമ്മൾ ഡ്യൂറൽ സൈനസിന് കണക്ട് ചെയ്തുകൊണ്ടുണ്ട്. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പൊട്ടിയിട്ട് അത് അവിടെ കട്ട പിടിച്ച് ഒരു ക്ലോട്ടായി മാറുന്നതിനാണ് നമ്മൾ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയെന്ന് നോക്കിയാൽ അതിന്റെ വർഗീകരണം ഈ ലക്ഷണങ്ങൾ വന്നതിന്റെ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ്, സമയം എത്ര കഴിഞ്ഞു നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 3 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: അക്യൂട്ട് ഡ്യൂറൽ ഹെമറ്റോമ, ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ. ഇതെങ്ങനെ വെച്ചാൽ ആഘാതത്തിന് തൊട്ട് പിന്നാലെ 72 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ 2 to 3 നാൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനെ വരുന്നതിനെ നമ്മൾ അക്യൂട്ട് എന്ന് പറയും. 4 to 21 ദിവസങ്ങൾക്ക് ശേഷമുള്ളതിനെ നമ്മൾ എന്ത് പറയും? ക്രോണിക് എന്ന് പറയും. ഓക്കെ, ഇനി അത് എന്തിനാലും വരുന്നു നമ്മൾ പോകുന്നു. കാരണങ്ങൾ: പരിക്ക്, നമ്മൾ റോഡാപകടങ്ങളിൽ പെട്ടെന്നുള്ള ത്വരണം കുറയ്ക്കണം പരിക്ക്. പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോയി പിന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഈ ബ്രെയിനും ഈ അരക്കിനോട് സ്പേസും നമ്മൾ മുന്നോട്ടും പിന്നോട്ടും പോകുന്നതിന്റെ ഇടയിൽ സ്ട്രെച്ച് ആയി അവിടെ ബ്രേക്ക് ആവുന്നതാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടായി കലക്റ്റഡ് ആവുന്നതാണ്. ഇത് ട്രോമ അല്ലെങ്കിൽ പരിക്കിനാൽ വരുന്നത്. ഇനി പരിക്കല്ലാതെ വരാനുള്ളത് കൊണ്ട് അതെങ്ങനെ നോക്കാം. ഇപ്പൊ ബ്രെയിൻ അട്രോഫി പറയുമ്പോൾ നമ്മൾ പ്രായമായവരിൽ ബ്രെയിന് ചുരുങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ ബ്രിഡ്ജിങ് വെയിന് കണക്ട് ചെയ്യേണ്ടത് കുറച്ചുകൂടിയും, ബ്രിഡ്ജിങ് ശിരകൾ കുറച്ചുകൂടി നല്ലോണം എന്ത് ചെയ്യും? ഐ മീൻ കണക്ഷൻ കുറച്ചുകൂടി വലുതാവുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത വളരെ ഈസിയാണ്. അപ്പോൾ അത് വേഗം ബ്രേക്ക് ആയിരിക്കും. ഇനി ഇത് പരിക്കല്ലാതെ എങ്ങനെ വരുന്നതിന്റെ രണ്ടാമത്തെ കാരണം, അത് ആന്റി കോയാഗുലന്റ് മരുന്ന് കുടിക്കാനാണ്ട് നമുക്ക് വരുന്ന പെട്ടെന്ന് വരാവുന്ന, ഐ മീൻ ഈ ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തടയും, ബ്ലഡ് കോയാഗുലേറ്റ് ആവുന്നത് തടയും. അതിനാൽ പെട്ടെന്ന് എന്തുണ്ടാവും? കലക്ഷൻ ആവും. ഐ മീൻ അവിടെ കുറെ ക്ലോട്ടായി മാറും. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് പകരുന്ന രോഗവികാസം, പാത്തോജനിസിസ് നമുക്ക് നോക്കാം. തലക്കുള്ള പരിക്ക് അല്ലെങ്കിൽ ചെറിയ ആവർത്തിച്ച പരിക്ക് ഇങ്ങനെ വരുന്നു. പിന്നെ അത് പെട്ടെന്നുള്ള മുന്നോട്ട് പിന്നോട്ടുള്ളതിൽ കൂടുന്നു. അപ്പൊ ബ്രിഡ്ജ് ശിരകൾ ഞാൻ പറഞ്ഞ പോലെ അത് വലിഞ്ഞ് മുറിയുന്നു, പൊട്ടുന്നു. അതിലൂടെ ശിരാരക്തം, അതായത് ഡ്യൂറാമറ്റർ അരാക്നോയിഡ് തമ്മിലുള്ള ഇടവേള പോകുന്നു. അവിടെ അധികമായി രക്തം കലക്ട് ആവുന്നു. അതിനെ നമ്മൾ സബ്ഡ്യൂറൽ രക്തശേഖരം എന്ന് പറയുന്നു. ഇത് വളരെയധികം കൂടി ഇതെന്ത് ചെയ്യും? തലച്ചോറിന് തലച്ചോറിന് കൊഞ്ചം കമ്പണ്ടർ പ്രഷർ ഉയരുന്നു. അതിലൂടെ മിഡ് ലൈൻ ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രെയിൻ ഹെർണിയേഷൻ നടക്കാം. അതിലൂടെ നാഡീ ലക്ഷണങ്ങളായ ബോധക്കുറവ്, ഹെമിപാരസിസ്, കട്ടപ്പിടുത്തം അതിലേക്കൊക്കെ നയിച്ചെടുക്കാം. ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ
ഇതേമാതിരി തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് എന്താ വെച്ചാൽ അവിടെ രക്തക്കട്ട നല്ല ഓർഗനൈസ് ആയിട്ട് വരിക. രണ്ട് സൈഡിലുള്ള ഒരു ഇന്നർ ഔട്ടർ മെമ്പറിൻ ഉണ്ടാവും, പിന്നെ കുറെ പുതിയ രക്തക്കൊയിലുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതും പൊട്ടി പൊട്ടി രക്തസ്രാവം ആയി അത് ഹെമറ്റോമായി വലുതാകുന്നു. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ്, അപകട സാധ്യത ഘടകങ്ങൾ. പ്രായമായവര് ബ്രെയിൻ അട്രോഫി വരുന്നതിനുണ്ട് അവിടുത്തെ പാലം പോലെയുള്ള സിരകൾ സ്ട്രെച്ചായി പൊട്ടുന്നു. അതേമാതിരി കുഞ്ഞുങ്ങളിൽ പാരങ്ങളുടെ ശിരകൾ തിൻ വാൾഡാണ്, അതായത് അവരുടെ ബ്രിഡ്ജിങ് മീൻസ് ചെറുതാണ്, ഭയങ്കര മെലിഞ്ഞതാണ്, അതുകൊണ്ട് പൊട്ടാൻ ഈസിയാണ്. അതേമാതിരി അപസ്മാരം, ആന്റികോയൽ മരുന്ന്, അതേമാതിരി ത്രോംബോസൈറ്റോപിനിയ, ഇവരിലും ഇത് ഇവിടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് ഭയങ്കര ഈസിയാണ്. ഇനി ഗ്രോസ് പത്തോളിച്ച് നോക്കുകയാണെങ്കിൽ അക്യൂട്ടില് പുതുതായി കട്ടുപിടിച്ച രക്തം ചന്ദ്രാകൃതിയിലായിരിക്കും, അത് ക്രസന്റ് ഷേപ്പിലായിരിക്കും. ഇതിന്നും നമ്മൾ മാക്സിമം വേർതിരിക്കാന്ന് പറഞ്ഞാൽ ഇത് നോക്കിയിട്ടാണ്, ഗ്രോസ് പത്തോളജിയില് ഇത് നോക്കിയിട്ടാണ്. ആയാൽ അത് സബ്ഡ്യൂറൽ ഹെമറ്റോമാണ്. അതല്ല ബൈ കോൺവെക്സ് ആയിരിക്കും അതിലെ. പിന്നെ ക്രോണിക് ആണെങ്കിൽ കട്ട പിടിക്കാത്ത ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള ദ്രാവകം ഫൈബ്രസ് മെമ്പറൈൻ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കും, അതായത് ഇന്നർ ഔട്ടർ ലെയറും വരും എന്ന് പറഞ്ഞല്ലോ, ആ ലെയർ. തലച്ചോറിൽ ക്രമേണ സമ്മർദ്ദം, കംപ്രഷൻ, ആ മാസ് എഫക്റ്റ് എന്ന് പറയും, അത് സൃഷ്ടിക്കപ്പെടുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കിയാണ് അക്യൂട്ടിലായ അത് പുതിയ രക്തം അവിടെ രക്തം കലക്ട് ആവുന്നതാണ്. അപ്പോ ക്രോണിക്കിൽ പറഞ്ഞാൽ രക്തം കലക്റ്റായി അവിടെ ക്ലോട്ടായി തുടങ്ങുന്നു, അവിടെ വീണ്ടും ക്ലോട്ട് ആവും, അങ്ങനെയാണ്. ഇനി മൈക്രോസ്കോപ്പി ഫീച്ചേഴ്സ്. ഇനി സൂക്ഷ്മ പത്തോളജി, അതിൽ നോക്കുകയാണെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റുകൾ, ഗ്രാനുലേഷൻ ടിഷ്യൂ, പുതിയ ദുർബല രക്തക്കൊയലുകൾ, ഹെമോസിറ്റി നിറഞ്ഞ മൈക്രോഫേജുകൾ, ആവർത്തിച്ച രക്തസംഭവം, അതെല്ലാം കാണാൻ കഴിയുന്നതാണ്. ഇത് അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏരിയ പ്രഷർ, മേലെ ഓർഗനൈസിങ് ഹെമറ്റോമ, അതെല്ലാം കാണാവുന്നതാണ്. ഈ സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ്, വിട്ടുമാറാത്ത സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ ഗ്രാനുലേഷൻ ടിഷ്യൂവിന്റെ ദ്രവീകരണം, ഗ്രാനുലേഷൻ ടിഷ്യൂ ദ്രവിച്ചു പോകുന്നത്, ഓസ്മോട്ടിക് മർദ്ദം മൂലം വെള്ളം വലിച്ചെടുക്കുന്നതിലൂടെ പിണ്ടത്തിന്റെ പ്രോട്ടീൻ വികാസം. അപ്പൊ എന്ത് സംഭവിക്കും? പിണ്ട പ്രഭാവം തലച്ചോറിലെ പരിക്കുകളിലേക്ക് നയിക്കുന്നു. തലച്ചോറിലെ ഇൻട്രാക്രീനിയൽ മർദ്ദം സുപ്രാടെൻഡോറിയൽ ഇൻഫ്രാടെൻഡോറിയൽ ഹെർണിയേഷനിലേക്ക് നയിക്കുന്നു. അതേമാതിരി ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ പുരോഗമിച്ചുകൊണ്ട് ഡിമെൻഷ്യയിലേക്ക് നയിക്കുന്നു. ഈ ക്ലിനിക്കൽ സവിശേഷതകൾ എന്തെല്ലാം നോക്കിയാൽ ലക്ഷണങ്ങൾ, മെമ്മറി വൈകല്യം, ഇതെല്ലാം എന്തുകൊണ്ട് നോക്കിയാല് ഈ ബ്ലഡ് കളക്ട് ചെയ്ത് കറക്ഷനായി അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് തന്നെ ഉണ്ടായിട്ട് അത് ബ്രെയിനിനെ കംപ്രസ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ നാടി നരമ്പുകളെ എല്ലാം കംപ്രസ് ചെയ്തുകൊണ്ട് അതിനും മെമ്മറി വൈകല്യം എല്ലാം. ഇനി CT സ്കാൻ നോക്കിയിട്ടാണ് ഇത് ഇമേജിംഗ് ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ലക്ഷണങ്ങൾ ബെസ്റ്റ് ആയിട്ട് ഇതിനെ വേർതിരിക്കാൻ പറ്റുന്നത് എപ്പിഡ്യൂറൽ ഹെമറ്റോമെന്നും അതേമാതിരി അതിൽ നിന്നെല്ലാം വേർതിരിക്കാൻ പറ്റുന്ന ഈ അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമനെ എല്ലാം വേർതിരിക്കാൻ പറ്റിയത് CT സ്കാനിലൂടെയാണ്. ഇതിൽ തന്നെ CT സ്കാനിലൂടെ അക്യൂട്ടും സബ് അക്യൂട്ടും ക്രോണിക്കും മൂന്നിനെ വേർതിരിച്ചറിയാം. ഇതില് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ഡെൻസ് ആയിട്ട് ഹൈപ്പർ ഡെൻസ് ആയിട്ടുള്ളത് അക്യൂട്ട് ആണ്. എന്താ പറയാ, അത്രയും തിക്കാവൂല, ബ്ലഡ് കാണില്ല, അപ്പോ ഹൈപ്പർ ഡെൻസ് സബ്ഡ്യൂറൽ എന്ന് പറയും. മറ്റേ ലൈറ്റ് കുറച്ച് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ളതിൽ ഹൈസോഡെൻസ് പറയും. അതാണ് സബ് അക്യൂട്ട്. ഇനി ക്രോണിക് ആവുമ്പോ എന്താവും, അത് സ്ട്രോങ് ആയിട്ട് അതിന്റെ ഡാർക്കർ കളർ വരും, അതിനെ ഹൈപ്പോടെൻസ് സബ്ഡ്യൂറൽ എന്ന് പറയുന്നു. ഇനി ഇതിനെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം, ഇത് വന്നതിന് ശേഷം എങ്ങനെ നമ്മളത് മാറ്റിയെടുക്കാൻ നോക്കുക. അടിയന്തര ന്യൂറോ ശസ്ത്രക്രിയ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. അതെല്ലാം ക്രാനിയോട്ടമി എന്ന് പറഞ്ഞിട്ട് ക്രാനിയോട്ടമി ചെയ്ത് നമുക്ക് രക്തം നീക്കം ചെയ്യാം. അതായത് സ്കള്ളിൻ അത് അവിടുത്തെ മുടിയെല്ലാം കളഞ്ഞ് അവിടുത്തെ ചെറിയ സൂചിയെല്ലാം വെച്ച്
അവിടുത്തെ ആ ഒരു പോർഷൻ അത് ഉണ്ടായ ആ ഭാഗത്തുള്ള മാത്രം എല്ലെടുത്തിട്ട് അവിടുത്തെ രക്തം എടുത്ത് കളയുന്ന പരിപാടി. പിന്നെ ഇൻട്രാക്രാനിയൽ പ്രഷർ നമ്മൾ നിയന്ത്രിക്കുന്നു. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതെല്ലാം പോയി കുറച്ച് ബ്ലഡ് എടുത്ത് നമ്മൾ കളയുന്നു. ബെൽ ഹോൾ ഡ്രെയിനേജ് ഡ്രെയിനേജ് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുക ആണ്. മറ്റേ എപ്പിഡ്യൂറൽ എന്ന് പറയുമ്പോൾ അവിടെ മിഡിൽ മെനിഞ്ചൽ ആർട്ടറിയുടെ റപ്ചർ ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ വെയിനാണ്. അതന്നെ എപ്പിഡ്യൂറലില് ബൈക്കോൺ ഏത് CT സ്കാനില് ചന്ദ്രത ആകൃതിയിലായിരിക്കും, അർദ്ധചന്ദ്ര ആകൃതിയിലായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ, നന്ദി സാർ.